എത്ര പെട്ടെന്ന് തിരിച്ചു പോന്ന അമ്മാവന്റെ വീട്ടിൽ പോയില്ലേ? ഇല്ല. അതെന്താ? അനുരാധയെ കാണാനല്ലേ പോയത്. പാർട്ടിയെ വഴിക്ക് വെച്ച് കണ്ടു. പിന്നെ വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. ഓഹോ, നീ വഴിക്ക് വെച്ച് തന്നെ കണ്ടോ? അനു എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നീ പിന്നെ അനുനെ കണ്ടെന്ന് പറഞ്ഞതോ? അനുരാധയെയും കണ്ടു, അവളുടെ കൂട്ടുകാരനെയും കണ്ടു. അവളുടെ കൂട്ടുകാരനോ? നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, അമേരിക്കയിൽ പോയതിനു ശേഷം ഞാൻ ഒരു ഒറ്റ മലയാള പടം കണ്ടിട്ടില്ല. പക്ഷെ ഇന്നൊരു മലയാള പടത്തിലെ ലവ് സീൻ കണ്ടു. സിംപ്ലി ബ്യൂട്ടിഫുൾ. അനുവിന്റെ കാര്യമാണോ ഈ പറയുന്നത്? അല്ലാതെ പിന്നെ ആരുടെ കാര്യമോ? അനാവശ്യം പറയരുത്. ചേടാ, ഇത് കേട്ട ഉടനെ അമ്മ കോപിക്കുന്നത് എന്തിനാ? വല്ലവന്റെയും തോളി തൂങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കല്യാണം ആലോചിക്കുമ്പോ ഞാനല്ലേ കോപിക്കേണ്ടത്? ഇല്ലടാ, ഞാനിത് വിശ്വസിക്കില്ല. അവളെ വലിയ കോയിക്കൽ മാധവൻ തമ്മിയുടെ മോളാ. എന്റെ അമ്മേ, ഈ പ്രേമത്തിന് കോയിക്കലുണ്ടോ തമ്പിയുണ്ടോ? അതിലയും വേറെ അല്ലേ? അതിരിക്കട്ടെ, ഏതാ പയ്യൻ? പയ്യൻ ഏതായാലും മന്നൻ. അവൻ എന്നെ ഇട്ട് വാരിക്കളഞ്ഞില്ലേ? എന്താ പേര്? അയ്യോ, അത് മാത്രം അറിയാൻ പറ്റില്ലമ്മേ. ഞാൻ അനുവിന്റെ കസിനാണെന്ന് പറഞ്ഞ ഉടനെ ഇവൻ ഒറ്റ ഓട്ടം. ആഹാ, ഓടിക്കളഞ്ഞോ? എങ്കിലത് വെറും പിള്ളേര് കളിയായിരിക്കും. ഫസ്റ്റ് ഇതാണോ പിള്ളേര് കളി? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇതിലയും വേറെയാ. ഏതായാലും അനുവിനോട് എനിക്കൊന്ന് ചോദിക്കണം. എന്തിനാണ് അമ്മേ വെറുതെ സമയം കളയുന്നത്? അതുങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. അത് ഞാൻ നോക്കിക്കോളാം. ഓ, ഇതൊരു ചെറിയ കാര്യമല്ലേ? അതിന് ആന്റി ഇത്രയേറെ വിഷമിക്കുന്ന എന്തിനാ? ചെറിയ കാര്യോ? നീ റിട്ടയർഡ് ആയി വലിയ കോയിക്കൽ മാധവൻ തമ്മിയുടെ മകളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മകൾ ഒരു സാധാരണ പോലീസുകാരന്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ അതിലൊരു പുതുമയുണ്ട് ആന്റി. എ നോവൽറ്റി. നിർത്തുന്നുണ്ടോ എന്റെ ഈ കൊച്ചു വർത്തമാനം? ചേട്ടൻ ഇത് സമ്മതിക്കുന്നു നീ കരുതുന്നുണ്ടോ? സ്നേഹിക്കാൻ സമ്മതം എന്തിനാ ആന്റി? കല്യാണത്തിനോ? അതിനും സമ്മതം കൂടിയേ തീരുന്നില്ല. അപ്പോ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെന്റെ ഭാവിയുടെ കാര്യമല്ല ആന്റി. ഓഹോ, അപ്പോ മറ്റുള്ളവർ ഇതിൽ ഇടപെടണമെന്നാണ് അല്ലേ? May I come in? ഇവിടെ പറഞ്ഞതെല്ലാം ചേട്ടൻ കേട്ടോ? യെസ്. മോഹന് എന്നാണ് മടങ്ങിപ്പോകേണ്ടത്? ഇനി ഒരു മാസം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഐ സി. അതിനു മുൻപ് മോഹനും അനുവുമായിട്ടുള്ള വിവാഹം നടത്തണം. എന്താ? എന്നോട് അഭിപ്രായമെല്ലാം ചോദിക്കണം ഏട്ടാ. കറക്റ്റ്. വലിയ കോയിക്കൽ തറവാടിന്റെ പാരമ്പര്യം അതാണ്. മോളെന്തു പറയുന്നു? എന്റെ അഭിപ്രായം ഡാഡി ചോദിച്ചില്ലല്ലോ. ഇവിടെ വരെ നീ എത്തിയത് എന്റെ മാത്രം അഭിപ്രായം അനുസരിച്ചാണ്. പക്ഷേ ഇതിന് വേണ്ട ഡാഡി, എന്റെ വിവാഹമല്ലേ? ഓൾറൈറ്റ്. വിവാഹം കഴിഞ്ഞ് വേണമെങ്കിൽ നിനക്ക് മോഹനോട് ഒന്നിച്ച് അമേരിക്കയിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഇവിടെ തുടർന്ന് പഠിക്കാം. ഇത് നിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ഡാഡി എല്ലാം മറിഞ്ഞു നിന്ന് കേട്ടെന്ന് പറഞ്ഞു. എന്നിട്ടും മോനേട്ടന്റെ പേര് പറഞ്ഞിങ്ങനെ സമയം കളയുന്നത്. മോളെ, മോഹനിന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ബന്ധങ്ങളൊക്കെ അന്തസ്സുള്ളതായിരിക്കണം. അത് മാത്രമല്ല, വേണ്ടതിലേറെ സ്വത്തുണ്ട് എനിക്ക്. അത് അന്യ കൈവശം പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അന്തരം തന്നെ അത് കിട്ടിയിരിക്കണം. ഡാഡി, സ്വത്ത് മുഴുവൻ മോഹനേട്ടന്റെ പേരിൽ എഴുതി കൊടുത്തേക്കൂ. എനിക്ക് ഒറ്റ പൈസ വേണ്ട. എന്നാലും ആ പോലീസുകാരന്റെ മകനെ തന്നെ നിനക്ക് ഭർത്താവായിട്ട് വേണം അല്ലേ? ആന്റി, ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ ഭർത്താവാകേണ്ടത്. ഇത്രയൊക്കെ ആയിട്ടും ഡാഡി എന്തുകൊണ്ട് നിയന്ത്രണം വിടുന്നില്ല എന്നായിരിക്കും. ഞാൻ ജനിച്ചു വളർന്നത് വലിയ കോയിക്കൽ തറവാട്ടിലാണ്. പ്രവർത്തിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും. ഓരോന്നും എവിടെ കൊണ്ട് കെട്ടണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. Stop there. ഇന്നു മുതൽ നീ കോളേജിൽ പോകുന്നില്ല. ഡാഡി, നിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? യെസ് ഡാഡി. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം ഈശ്വരനാണ് കുട്ടനായർ അറിഞ്ഞിരുന്നില്ല. അങ്ങുന്നേ ഞാനും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നോ? അവനിങ്ങോട്ട് വന്നോട്ടെ, കൊന്നു കുഴിച്ചുകൂടി ഞാൻ. ക്ഷോഭിച്ചിട്ട് കാര്യമില്ല കുട്ടനായരെ. എന്റെ ഈ വരവ് ഒരു നാണക്കേടാണ്.
എന്റെ മകളെ കുട്ടനായരുടെ മകൻ സ്നേഹിക്കരുതെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. അയ്യോ അങ്ങനെ പറയല്ലേ തമ്പിയങ്ങുന്നേ. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടനായരുടെ മകൻ റിട്ടയർഡ് IG കോയിക്കൽ മാധവൻ തമ്പിയുടെ മകളെ സ്നേഹിക്കുന്നു എന്ന് പുറത്തറിയുന്നത് എനിക്ക് അവമാനമാണ്. 4 പേര് കേട്ടാ തീർന്നില്ലേ? അതുകൊണ്ട് ഇരുചെവി അറിയാതെ ഇത് ഒതുക്കി തീർക്കണം. ഇന്ന് തന്നെ തീർക്കാന്നേ. ഞാൻ അവളുടെ പഠിത്തം നിർത്തി. ഇവന്റെ പഠിത്തം ഇന്നോടെ ഞാനും നിർത്തിയേക്കാം. വേണ്ട, സുരേഷ് പഠിക്കട്ടെ. മേലാൽ അവർ തമ്മിൽ കാണരുത്. ആ കാര്യം കുട്ടനായരേറ്റേ. അനുരാധ കുഞ്ഞിനെ കാണുകയോ കത്തെഴുതുകയോ ചെയ്താൽ കത്തെഴുതണം. അയ്യോ അങ്ങനെ ഒരൊറ്റ കത്ത് മറ്റൊരു കത്തൂടെ എഴുതാൻ ഇടയാക്കരുത്. മനസ്സിലായില്ലേ? ഇല്ലങ്ങനെ. ഇതൊരു കാലത്തും നടക്കാത്തൊരു ബന്ധമാണ്. അതുകൊണ്ട് മേലാൽ എന്നെ കാണുകയോ കത്തെഴുതുകയോ ചെയ്യരുത്. ഇതായിരിക്കണം സുരേഷ് അനുവിന് എഴുതുന്ന കത്തിന്റെ ഉള്ളടക്കം. അത് ഞാൻ എഴുതിക്കാം അങ്ങനെ. ഇന്ന് തന്നെ എഴുതിക്കാം. നല്ലത്. ഇത് സംബന്ധിച്ച് മേലാൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇടവരരുത്. ഇല്ലങ്ങനെ. വരട്ടെ. ഓ ഉം. പാട്ടി ഇതിനാണോ നീ പഠിക്കാൻ പോകുന്നത്? കൊന്നുകളയും കൊന്നുകളാ നീ. വിടടാ. കയ്യിൽ ഇല്ല വിടില്ല. വിടാനാ പറഞ്ഞേ. വിടില്ലെന്നാ പറഞ്ഞത്. കാര്യം ഒരു ആഴ്ച തല്ലുവളം ഭ്രാന്തുണ്ടോ? കാര്യം നിനക്ക് അറിയാൻ പാടില്ലല്ലടാ. തമ്പിയത്തിന് മാളും നീയുടെ സ്നേഹമാണോ? ഇതായിരുന്നോ കാര്യം? ഇതങ്ങ് ചോദിച്ചാ പോരെ? വെറുതെ തല്ലി ക്ഷീണിക്കണമായിരുന്നോ? ചോദിച്ചതിന് ഉത്തരം പറടാ. സ്നേഹമാണോ? സ്നേഹമാണ്. അല്ലെന്ന് പറടാ. ആ അതെങ്ങനെ പറയും? തല പോയാലും നുണ പറയുന്നല്ലേ അച്ഛനെ പഠിപ്പിച്ചത്. ഞാൻ നുണ പറയില്ല. സ്നേഹമാണ്. എങ്കിലേ സ്നേഹിച്ചൊക്കെ മതി. നീ അതൊക്കെ നിർത്തിയേക്ക്. ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കണം, വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. ഇതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെ പഠിപ്പിച്ചു കളഞ്ഞില്ലേ? പക്ഷെ ഓരോരുത്തരും നിലയും വിലയും നോക്കി സ്നേഹിച്ചില്ലെങ്കിലേ തല കാണത്തില്ലടാ. തല പോണെങ്കിൽ പോട്ടച്ചാ. സ്നേഹത്തിന് വേണ്ടിയല്ലേ? ഇല്ല, നീ ഇത് നേരെ ചൊവ്വ അവസാനിപ്പിക്കുന്ന ലക്ഷണമില്ല. എടാ തമ്പി അദ്ദേഹം ആരാണെന്ന് നിനക്കറിയോ? അറിയാലോ, അനുവിന്റെ അച്ഛൻ. അത്ര അറിഞ്ഞാ പോരടാ. നമ്മളെ രണ്ടുപേരെയും കൊന്നിവിടെ കുഴിച്ചു കൂടിയാൽ പോലും അദ്ദേഹത്തിന് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? നിനക്ക് ആ പെണ്ണുമായിട്ട് ഇന്നു മുതൽ യാതൊരു ബന്ധവും ഇല്ലെന്നൊരു കത്തെഴുതി അങ്ങോട്ട് അയച്ചേര്. നീ എന്താടാ കിളിക്കുന്നേ? നടക്കാത്ത കാര്യം പറഞ്ഞത് കേട്ടപ്പോ ചിരിച്ചു പോയതാ. നിന്നെ ഞാൻ അടിച്ചു വച്ചാ. എന്ത് ചെയ്യാനാ, നീ എന്റെ മോനായി പോയില്ലേ. തന്തയുടെ കാലിനായിട്ടാണല്ലോടാ മോനെ നീ വന്ന് ജനിച്ചത്. വാ വന്ന് കാപ്പൂടി. എനിക്ക് വേണ്ട. കാപ്പി ഇരുന്ന് അടക്കുന്നു മോനെ. ഇങ്ങോട്ട് വന്ന്. വാ വാ ചുമ്മാ